എജുസ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കരിയർ ഗൈഡൻസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭാവിയിലെ ഫ്യൂച്ചർ ജോബ് മാർക്കറ്റും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തമ്മിലുള്ള എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ചില കരിയറൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 10 വർഷം മുന്നേ അത്തരമൊരു കരിയർ ഈ ലോകത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇല്ലാതിരുന്ന ഒരു കരിയർ 10 വർഷം കൊണ്ട് അത് ഉണ്ടായിത്തീരുകയും ചിലപ്പോൾ ആ കരിയർ നാളെ ചിലപ്പോൾ നമുക്ക് ആ കരിയർ ഉണ്ടാവില്ല. അപ്പം അത്തരത്തിലുള്ള കുറേ മാറ്റങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കരിയറിൽ ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, മാറ്റങ്ങൾ വരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഓരോ 5 വർഷത്തിനും 10 വർഷത്തിനും ഇടയ്ക്കുള്ള ജോബ് കരിയറുകൾ എന്ത് ചെയ്യാറുണ്ട്, മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ഫ്യൂച്ചർ ജോബുകളും, ഭാവിയിൽ വരാനിരിക്കുന്ന പല ഫ്യൂച്ചർ ജോബുകളും ഇന്നത് നിലവിലില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ. എന്നാൽ ഇന്ന് ഫാസ്റ്റ് ആയിക്കൊണ്ട് അത് ഗ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉയർന്നുകൊണ്ടിരിക്കുന്ന ജോബുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ്, ഡാറ്റ സയൻസ്, ഡ്രോൺ ടെക്നോളജി, ഹെൽത്ത് കെയർ, റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള ഒരുപാട് കരിയറുകൾ ഇന്ന് അത് വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കരിയറുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ചില ആളുകൾ വിചാരിക്കാറുണ്ട് AI വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ജോബിനെ അത് ബാധിക്കും എന്നുള്ളത്. എന്നാൽ AIക്ക് പെട്ടെന്ന് ഈസിലി റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ജോബുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, ഡോക്ടേഴ്സ് അല്ലേ. ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ നഴ്സുമാർ, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, സ്കിൽഡ് ടെക്നീഷ്യൻസ്, ഓൺട്രപ്രണേഴ്സ്, ക്രിയേറ്റീവ് ഡിസൈനേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്. ഈ മേഖലയിലുള്ള കരിയറുകളെയൊന്നും പെട്ടെന്ന് AIക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ജോലികളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, AI വിൽ നോട്ട് റീപ്ലേസ് പീപ്പിൾ. AI ഒരിക്കലും ആളുകളെ മാറ്റില്ല. ബട്ട് ഹു നോ ഹൗ ടു യൂസ് AI വിൽ റീപ്ലേസ് പീപ്പിൾ ഹു ഡോണ്ട്. ഇപ്പോൾ 2 പേര് ഒരു ഓഫീസിൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. 2 പേരും നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് ജോബിന് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. പക്ഷെ അതിലൊരാൾ നന്നായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അയാൾ ടീച്ചറാണെങ്കിൽ ആ ടീച്ചിങ് ജോബിൻ്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആ ടീച്ചിങ് സ്കില്ലിൻ്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അയാളായിരിക്കും ആ ജോലിയിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൊമോഷൻ ലഭിക്കുക ആ ആൾക്കായിരിക്കും. അപ്പം അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഏത് സ്കില്ലാണോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഒരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ലഭിക്കാനൊക്കെ അതൊരു കാരണമാകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് AI സാധ്യതകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏത് മേഖലയിലായിരുന്നാലും ശരി, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ അതിലെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയർ ഒരു പരിധി വരെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ബൈ.